Today we will discuss about the derivative of a function. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് നമുക്ക് സാധാരണ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പ്ലസ് ടുവിലൊക്കെ പഠിച്ചപ്പോൾ ആ ഡെറിവേറ്റീവ് എങ്ങനെ വന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഡെറിവേറ്റീവ് ഒക്കെ അറിയാവുന്നതാണ്. അപ്പം അതെങ്ങനെ വന്നു, ഈ ഡെൽറ്റ വൈ ഡിഫറൻസ് കോഷ്യന്റ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നോക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ അറിയാം, പക്ഷെ നമ്മൾ ഇവിടെ അത് വന്നത് തൊട്ട് എങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പൊ ഡിഫറൻസ് കോഷ്യന്റ് ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡ് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. Given a function y equal to f of x, the evaluation of derivative of f at x naught, that is f dash of x naught കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി 3 സ്റ്റെപ്പുകൾ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോവിങ് സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ഡിഫറൻസ് കോഷ്യന്റ്. ഇപ്പൊ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ 2 മെത്തേഡുകളിൽ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ 2 എക്സാമ്പിളുകളിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ളതിലും പിന്നെ അതിന് മുന്നേ അതിനുശേഷം സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതിലും ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അപ്പൊ ഫൈൻഡ് ദ ഡിഫറൻസ് കോഷ്യന്റ്, അതാണ് നമ്മുടെ ഡിഫറൻസ് കോഷ്യന്റ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ യുവർ എക്സ്പ്രഷൻ ഫോർ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആസ് മച്ച് ആസ് പോസിബിൾ ബൈ ക്യാൻസലിംഗ് ഡെൽറ്റ എക്സ് ഫ്രം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വെനെവർ യു ക്യാൻ. അപ്പൊ നമ്മള് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിച്ചു, വാല്യൂസ് എക്സ് നോട്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്, എന്നിട്ട് അതില് ഡെൽറ്റ എക്സ് ക്യാൻസൽ ആക്കാൻ പറ്റുന്നിടത്തൊക്കെ ക്യാൻസൽ ആക്കുക, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മള് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക, അല്ല ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന അതേ മെത്തേഡാണ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ നമ്പർ എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റഡ് ബൈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഫോർ ഡെൽറ്റ എക്സ് സ്മോൾ. അപ്പൊ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വെച്ചേക്കാണ്. അതിൽ ഡെൽറ്റ എക്സ് ഏറ്റവും സ്മോൾ ആവുമ്പോൾ എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ആ വാല്യൂ ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഓപ്പറേഷനെ നമ്മൾ പറയും ഡിഫറൻസിയേഷൻ എന്ന് പറയും. ഓപ്പറേഷൻ ഓഫ് ഫൈൻഡിങ് എ ഡെറിവേറ്റീവ് ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫറൻസിയേഷൻ. അപ്പൊ നമുക്ക് ഇത്ര നാളും ഇങ്ങനെയാണ് നമ്മുടെ ഡെറിവേറ്റീവിലേക്ക് വരുന്നത് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഡയറക്റ്റ് പഠിക്കുമായിരുന്നു. അപ്പൊ അതെങ്ങനെ വന്നു എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമുക്ക് ഡെറിവേറ്റീവ് ഒക്കെ കാണാൻ അറിയായിരിക്കും, ജസ്റ്റ് ചെറിയ ഫംഗ്ഷൻസിന്റെ ഒക്കെ. അപ്പൊ നിങ്ങൾ ഈ മെത്തേഡ് വഴി ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഡെറിവേറ്റീവ് അറിയാം, അത് കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ശരിയാണെന്ന് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. യൂസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ്. അപ്പൊ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറയുന്നില്ലെങ്കിൽ ഇങ്ങനെ പറയും, യൂസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് ടു കമ്പ്യൂട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x² പ്ലസ് a അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 2 വേർ a ഈസ് എ കോൺസ്റ്റന്റ്. ഇവിടെ a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 2 എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കണം അല്ലെ. ഗിവൺ y ഈക്വൽ ടു, ഇതാണ് y ആണ്, ഗിവൺ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x² പ്ലസ് a ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 2. പിന്നെ നമ്മളിവിടെ ദെൻ ഡിഫറൻസ് കോഷ്യന്റ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈസ് delta y by delta x equal to f of x naught plus delta x minus f of x naught divided by delta x by f of 2 plus delta x minus f of 2 by delta x. അപ്പൊ ഇവിടെ എക്സിന് പകരം 2 പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കാം. അപ്പൊ എന്താ കിട്ടും, 8 into 2 പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ. നമ്മൾ ആ ഹോൾ സ്ക്വയർ ഇവിടെ എഴുതാം. 2 പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ എന്ത് വരും,
2 square plus 2 into delta x into 2 അല്ലേ? അപ്പോൾ 4 delta x plus delta x square plus a മൈനസ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എക്സിന് 2 ഇട്ട് കൊടുക്കുക. അപ്പം 8 into 2 square എന്ന് പറയുമ്പോൾ 4, 32 പ്ലസ് എ എന്നുള്ളത് ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഇടാം. 32 പ്ലസ് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 4 കിട്ടും. 8 into 4 32 പ്ലസ് 8 into 4 32 ഡെൽറ്റ എക്സ് പ്ലസ് 8 ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് എ മൈനസ് 32 മൈനസ് എ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ ഇവിടെ നമുക്ക് ക്യാൻസൽ ആയി പോകുന്ന ഏതൊക്കെയാ? ഇവിടെ നമുക്ക് മൈനസ് 32 പ്ലസ് 32 ക്യാൻസൽ ആവും, മൈനസ് എയും പ്ലസ് എയും ക്യാൻസൽ ആയി, ബാക്കി ഇത്രയേ ഉള്ളൂ. അതിലെല്ലാത്തിലും ഡെൽറ്റ എക്സ് കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാലോ. ഒരു ഡെൽറ്റ എക്സ് പോയി, ഇവിടെ ഒരു ഡെൽറ്റ എക്സ് പോയി, ഇവിടെ ഒരു ഡെൽറ്റ എക്സ് പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 32 പ്ലസ് 8 ഡെൽറ്റ എക്സ് എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡിഫറൻസ് കോഷ്യന്റെ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി നമ്മൾ എഫ് ഡാഷ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? ഈ ഡെൽറ്റ എക്സ് സ്മോൾ ആവുമ്പോഴുള്ള ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിന്റെ വാല്യൂ ആണ്. അപ്പൊ വെൻ ഡെൽറ്റ എക്സ് ഇസ് സ്മോൾ, when delta x is small, that is approximately 0. അപ്പോൾ 32 plus 8 delta x becomes approximately എന്തായി മാറും? 32 ആയി മാറും. Hence അത് എഴുതണം കേട്ടോ, ജസ്റ്റ് ഇവിടെ നിന്ന് മാത്രം എഴുതി പോരാ. when delta x is very small, that is approximately 0. 32 plus 8 delta x becomes approximately 32. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് വേണം. ഹെൻസ് എഫ് ഡാഷ് ഓഫ് 2 ഈക്വൽ ടു 32. അപ്പൊ നിങ്ങൾക്ക് ശരിയല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കാലോ. നിങ്ങൾക്ക് ഡെറിവേറ്റീവ് ആണെന്ന് അറിയാം. 8x സ്ക്വയർ പ്ലസ് എന്റെ ഡെറിവേറ്റീവ് എന്താണ്? 8 into 2 16x അല്ലെ? അപ്പൊ എക്സിന് 2 വാല്യൂ കൊടുക്കണം. എഫ് ഡാഷ് ഓഫ് 2 കണ്ടുപിടിക്കണേ. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാല് 16 into 2 എന്ത് കിട്ടി? 32. ശരിയാണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെറിവേറ്റീവ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡിലൂടെ കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ നമ്മൾ കഴിഞ്ഞ 2 മെത്തേഡിലും ചെയ്തത് ഇത് തന്നെയാണ്. അത് ഡെറിവേറ്റീവ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നതും അതുപോലെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്നതും എന്താണ്? ഡെറിവേറ്റീവ് ആണെന്ന് പറയാം അല്ലെ? അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് തന്നെയാണ് അവിടെ 2 യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനും സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കണ്ടുപിടിക്കാനും എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ ആണ്. അപ്പൊ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എക്സ് ഒരു എ എക്സ് പവർ എൻ പ്ലസ് അല്ലെങ്കിൽ എക്സ് എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 അങ്ങനെ പോകുന്ന ഒരു ടേമാണ് നമ്മൾ പോളിനോമിയലായിട്ട് എഴുതുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു എഫ് ഓഫ് എക്സിന്റെ ഒരു സമ്മായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന്റെ എക്സിന്റെ പവർ, എക്സിന്റെ ഹൈയസ്റ്റ് പവർ, ഇവിടെ എക്സിന്റെ പവർ 1 ആണ്, ഇവിടെ എക്സിന്റെ പവർ 2 ആണ്. അപ്പൊ എക്സിന്റെ പവർ 2 വരുന്ന ഇക്വേഷൻസിനെയൊക്കെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കഴിഞ്ഞ +2 പഠിച്ചിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ പവർ ഇവിടെ 2 വരുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയും. ഇനി ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ പവർ 1 ആയിട്ടല്ല, മാക്സിമം എക്സിന്റെ പവർ 1 ആയി വരുള്ളൂ, ബാക്കിയെല്ലാം അതിന് താഴെ ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിന്റെ പവർ 1. ക്വാഡ്രാറ്റിക്കിലാണെങ്കിൽ എക്സിന്റെ പവർ 2 വരാം, അത് പിന്നെ അതിന് താഴേക്ക് എക്സിന്റെ പവർ 1ഉം എക്സിന്റെ പവർ 0ഉം വരും. അതിന് മുകളിലേക്കുള്ളത് വരില്ല ക്വാഡ്രാറ്റിക്കിൽ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പൊ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഞാൻ ജനറൽ ആയിട്ട് എടുത്തു. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും. The derivative of quadratic function f of x equal to ax square plus bx plus c
is the linear function f dash of x equal to 2ax plus b. അപ്പോൾ ഇത് ഡെറിവേറ്റീവ് നമുക്ക് ഡയറക്റ്റ് എടുത്താൽ മതി. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x വരും. അപ്പോൾ ഇവിടെ ഒരു a എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ 2ax പ്ലസ് b, എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഇത് c എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0. അപ്പോൾ 2ax പ്ലസ് b ആയി ഡെറിവേറ്റീവ്. ഇത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് ഒരു ലീനിയർ ഫംഗ്ഷനാണ്. കാരണം എക്സിന്റെ പവർ ഇവിടെ 1 ആണ് മാക്സിമം വരുന്നത്, അല്ലെ? അപ്പൊ ക്വാഡ്രാറ്റിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ലീനിയർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? The derivative of the linear function f of x equal to bx plus c is the constant function f dash of x equal to b. അപ്പൊ bx plus c ന്റെ ഡെറിവേറ്റീവ് എന്താ? ഇവിടെ x ന്റെ ഡെറിവേറ്റീവ് 1, b എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്. അപ്പൊ b into 1 b എന്ന് ഉണ്ട്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് കിട്ടും. അപ്പൊ the derivative of the linear function f of x equal to bx plus c is the constant function f dash of x equal to b. ഇനി അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? The derivative of the constant function f of x equal to c is the zero function. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. f dash of x equal to 0. അപ്പൊ അതിന് ഏതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എടുത്താലും അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Find the vertex of the parabola y equal to x square minus 4x plus 5 using first method derivatives വെച്ചിട്ടും സെക്കൻഡ് മെത്തേഡ് ആൽജിബ്ര വെച്ചിട്ടും നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പരാബോളയുടെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പരാബോളയുടെ ഇവിടെ ഏറ്റവും ഈ പോയിന്റിലുള്ള ഭാഗമാണ് നമ്മുടെ വെർട്ടെക്സ് ആയിട്ട് നമ്മൾ എടുക്കുക, അല്ലെ? അപ്പൊ വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്താ? അവിടെ നമ്മുടെ സ്ലോപ്പ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. വെർട്ടെക്സില്, പരബോളയുടെ വെർട്ടെക്സിൽ നമ്മുടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അങ്ങനെയുള്ള പോയിന്റ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ we know that there is one point on the graph of the parabola y equal to f of x equal to x square minus 4x plus 5 where the slope is 0. അപ്പൊ സ്ലോപ്പ് 0 ആയിട്ടുള്ള പോയിന്റ് ആണ് വെർട്ടെക്സ്. where സ്ലോപ്പ് ഈസ് 0. അപ്പൊ ഒരു പോയിന്റ് ഉണ്ടാവും, സ്ലോപ്പ് 0 ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ടാവും ഏതൊരു ഗ്രാഫ് എടുത്താലും. സോ ദാറ്റ് ടാൻജന്റ് ലൈൻ ഈസ് ഹൊറിസോണ്ടൽ. അപ്പൊ സ്ലോപ്പ് 0 ആയിട്ട് ഉള്ളടുത്ത് ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പൊ ഇത് ഇപ്പൊ വെർട്ടെക്സ് ആണെങ്കിൽ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെയായിരിക്കും. ഈ പോയിന്റിന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് വരിക. അപ്പൊ ദിസ് പോയിന്റ് ഈസ് കോൾഡ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള. ആ പോയിന്റിനെയാണ് നമ്മൾ പരാബോളയുടെ വെർട്ടെക്സ് എന്ന് പറയും. അപ്പോൾ സ്ലോപ്പ് 0 ആയിട്ടുള്ള പോയിന്റ് ആണ് വെർട്ടെക്സ് എന്ന് പറയും. അപ്പൊ നമുക്ക് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. അപ്പൊ ബൈ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ ഇവിടെ a എന്ന് പറയുന്നത് എന്താ? വിത്ത് a ഈക്വൽ ടു 1 ആണ്, b ഈക്വൽ ടു -4 ആണ്, c ഈക്വൽ ടു 5 ആണ്. The derivative of the given function is f dash of x equal to 2ax plus b ആണ്. അപ്പൊ ഇവിടെ a എന്ന് പറയുന്നത് എന്താ? 1 ആണ്. അപ്പൊ 2x പ്ലസ് b എന്ന് പറയുന്നത് -4 ആണ്. അപ്പൊ -4, 2x -4. Hence slope of the tangent to the given parabola at any point x is f dash of x equal to 2x -4 ആണ്. Therefore, the slope is 0. The slope is 0 when f dash of x equal to 0. ഇതാണ് സ്ലോപ്പ്. അപ്പോൾ അത് f dash of x equal to 0 ആണ്. which implies 2x -4 equal to 0. അതിൽ നിന്ന് x കണ്ടുപിടിക്കാം. അപ്പോൾ 2x equal to 4 which implies x equal to 4/2. അപ്പോൾ x 2 ആവുമ്പോഴാണ് നമ്മുടെ സ്ലോപ്പ് 0 ആവുക. അപ്പോൾ നമ്മുടെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ x 2 ആവുമ്പോൾ അപ്പോൾ y എന്താവും?
y എന്ന് പറയുന്നത് f of 2 ആണ്. അപ്പൊ when x equal to 2, y equal to f of 2 കിട്ടും. f of 2 എന്ന് പറയുന്നത് 2 square minus 4 into 2 plus 5. 2 square എന്ന് പറയുന്നത് 4 minus 4 into 2 എന്ന് പറഞ്ഞാൽ 8. 4 minus 8 എന്ന് പറയുമ്പോൾ minus 4. minus 4 plus 5 എന്ന് പറയുമ്പോൾ 1 കിട്ടും. അപ്പൊ hence vertex of the parabola is, vertex എന്ന് പറയുന്നത് എന്ത് കിട്ടും? hence vertex of the parabola is x2 y1 ആണ്. the point 2 1 ആണ് നമ്മുടെ vertex of the parabola. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ vertex കണ്ടുപിടിക്കുക ഡെറിവേറ്റീവ് വെച്ചിട്ട്. അല്ലാതെ എങ്ങനെ vertex കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം. നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയത്. ആൽജിബ്ര വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധാരണ പരാബോളയുടെ ഇക്വേഷൻ വെച്ചാണ് കണ്ടുപിടിക്കുക. അപ്പൊ ദ ഇക്വേഷൻ ഓഫ് ദ ഗിവൺ പരാബോള ക്യാൻ ബി റിട്ടേൺ ആസ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 5 ആണ്. അപ്പൊ ഞാൻ ഇതിനെ ജസ്റ്റ് മാറ്റി എഴുതാണ്. എക്സ് സ്ക്വയർ മൈനസ് 4x, 5നെ 4 പ്ലസ് 1 എഴുതി. അപ്പൊ ഇനി ഇത്രയും പാർട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ആണ്. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പിന്നെ പ്ലസ് 1 അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ വൈനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. അപ്പൊ സിൻസ് എക്സ് മൈനസ് 2 ഏതൊരു നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ് 2 ആണെങ്കിൽ അത് 0 ആവും. എക്സ് 0നേക്കാളും വലുതോ ചെറുതോ ആയാലും ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയി വരും. സിൻസ് നിങ്ങൾ എഴുതിക്കോ. സിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ therefore തിരിച്ചിടുന്നതാണ്. സിൻസ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 for all real values of x. റിയൽ വാല്യൂസ് ഓഫ് എക്സ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ y എന്ന് പറയുന്നത് എന്ത് കിട്ടും? എപ്പോഴും ഇത് പോസിറ്റീവ് ആണ്, 1 പോസിറ്റീവ് ആണ്. അപ്പൊ അതിപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവും. അപ്പൊ y ഈസ് പോസിറ്റീവ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറയും. So we know that for the parabola, vertex is the point where y is least. അപ്പൊ നമുക്ക് ഇവിടെ vertex എന്ന് പറഞ്ഞാൽ എന്താ? y ഏറ്റവും ചെറുതാവുന്ന പോയിന്റ് ആണ്. vertex is the point where y is least. അപ്പൊ ഞാൻ ഇങ്ങനെ പരാബോള വരച്ചു പറഞ്ഞാൽ അങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ y എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുന്നു. അപ്പൊ ഈ മെത്തേഡ് ഇവിടെ പറ്റണമെന്നില്ല. അപ്പൊ ഇങ്ങനത്തെ പരാബോള ആയിരിക്കും. അപ്പൊ y ഏറ്റവും ചെറിയതായി പോയിന്റ് ആയിരിക്കും നമ്മുടെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ y എപ്പോഴും പോസിറ്റീവ് ആണ് വേണ്ടത് അല്ലെ? y നെഗറ്റീവ് ഒന്നും വരുന്നില്ല. y എപ്പോഴും പോസിറ്റീവ് ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ പരാബോള അങ്ങനെ ആയിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ വെർട്ടെക്സ് ഈസ് ദ പോയിന്റ് വെർ y ഈസ് ലീസ്റ്റ്. y ഏറ്റവും ചെറുതാവുന്ന പോയിന്റ് എന്ന് വെച്ചാൽ here y is least when y least ആവുന്ന എപ്പോഴാ? ഈ വാല്യൂവിൽ ഏറ്റവും ചെറുതാവുമ്പോൾ. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഏറ്റവും ചെറുതാവുമ്പോൾ. അതിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ 0 ആയി വരുന്നതല്ലേ? 0നേക്കാളും വലുതാ ബാക്കിയുള്ളതൊക്കെ അല്ലേ? വെർട്ടെക്സ് ഈസ് ദ vertex is the point where y is least. അപ്പോൾ ഇവിടെ y ലീസ്റ്റ് ആവുന്നത് എപ്പോഴാ? here y is least when x minus 2 whole square എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ചെറിയ വാല്യൂ കൊടുക്കുക. അത് 0 ആവുമ്പോഴാണ്. That is
ഇത് 0 ആണെങ്കിൽ x-2 0 ആവണം. x-2 0 എന്ന് പറഞ്ഞാൽ x2 ആണ്. ദാറ്റ് ഈസ് വെൻ x ഈക്വൽ ടു 2. അപ്പൊ വെൻ x ഈക്വൽ ടു 2, y എന്താ? വെൻ x ഈക്വൽ ടു 2, y ഈക്വൽ ടു f ഓഫ് 2 ഈക്വൽ ടു നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടുപിടിച്ചു 1 ആണ്. അപ്പൊ ഹെൻസ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള ഈസ് 2, 1. അപ്പൊ നമ്മൾ ആൽജിബ്ര ഉപയോഗിച്ച് കണ്ടുപിടിച്ചാണ് ഇപ്പൊ ചെയ്തത്. മറ്റേത് ഡെറിവേറ്റീവ് യൂസ് ചെയ്തത്. ഇത് ഡെറിവേറ്റീവ് നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ല, നമ്മൾ പാരാബോളയുടെ കൺസെപ്റ്റുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് വെച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത സ്ലോപ്പ് എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് സ്ലോപ്പ്. അതുപോലെ വെലോസിറ്റിയുടെ കണ്ടീഷനും പല സമയത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു നോക്കാം.